പ്രിയപ്പെട്ട അധ്യാപകരെ, മാറുന്ന കാലത്തിൻ്റെ മുന്നേ നടക്കാൻ, കാലത്തിൻ്റെ നാഡീസ്പന്ദനം മനസ്സിലാക്കി എജു ആർട്സിൻ്റെ AI കോഴ്സിന് ചേർന്ന നിങ്ങൾക്ക് ആദ്യമായി സ്വാഗതം നേരുകയാണ്. നമ്മുടെ ജോലിഭാരം എന്ന് പറയുന്നത് വല്ലാത്ത ഒരു അവസ്ഥ തന്നെയാണ്. നമുക്കറിയാം, രാവിലെ പലപ്പോഴും പല വീട്ടുജോലികൾ ചെയ്ത് ആണ് ടീച്ചേഴ്സ് സ്കൂളുകളിലേക്ക് വരുന്നത്. വീട്ടിൽ എത്തുന്നതിന് മുന്നേ സ്കൂളിൽ ഒരുപാട് തലവേദനകൾ, അതിന് പുറമെ ഈ ചെയ്തതിൻ്റെ ബാക്കി വീണ്ടും സ്കൂളിൽ പോയതിന് ശേഷം വീട്ടിൽ നിന്ന് ചെയ്യേണ്ട അവസ്ഥ, അതിനിടയിൽ വീട്ടുജോലികൾ, പേഴ്സണൽ ലൈഫ്, അതിനിടയിലൊക്കെ വല്ലാതെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു അധ്യാപക ലോകത്ത് നമ്മുടെ AIയുടെ സാന്നിധ്യം കൊണ്ട് ഒരുപാട് ഭാരം നമുക്ക് കുറക്കാൻ, അധ്യാപനം കൂടുതൽ ആസ്വാദ്യകരമാക്കാനും സാധിക്കും AI പഠിക്കുകയാണെങ്കിൽ. ആഗോളതലത്തിൽ തന്നെ മുഴുവൻ AIയിലേക്ക് ഡൈവേർട്ട് ചെയ്യപ്പെടുന്ന ഒരു കാലമാണ്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാം, ഏത് ആപ്പുകളിലും ഇപ്പോൾ AI ഉണ്ട്. നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന വാട്സപ്പ് ആവട്ടെ, ഇൻസ്റ്റ ആകട്ടെ, ഫേസ്ബുക്ക് ആകട്ടെ, യൂട്യൂബിൽ പോലും AI ഇൻബിൽഡായിട്ടുള്ള ഫീച്ചറുകൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. എല്ലാ ജോലികളും AI ഏറ്റെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് ആഗോളതലത്തിൽ ഒരു മാറ്റം നടക്കുന്നുണ്ട്. ടെക് കമ്പനികൾ ഒരുപാട് ആൾക്കാരെ പുറത്താക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ ക്ലാസ് റൂമുകളും കംപ്ലീറ്റ്ലി ഡിജിറ്റലായി മാറുന്ന കാലത്ത് ഏറ്റവും കൂടുതൽ ഇനി ഉപയോഗിക്കപ്പെടാൻ പോകുന്നത് AI തന്നെയാണ്. കാരണം ഒരുപാട് സമയം കളഞ്ഞ് ഒരുപാട് എഫേർട്ട് എടുത്തുകൊണ്ട് ഇനി ഡിജിറ്റലായിട്ട് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ ആവശ്യമുള്ളതൊക്കെ AI ചെയ്തു തരും. ഇങ്ങനെ അധ്യാപകർ അപ്ഡേറ്റ് ആയിട്ടില്ലെങ്കിൽ നമുക്കൊരുപാട് സമയം നഷ്ടമാണ്, നമ്മുടെ എനർജി നഷ്ടമാണ്. കാരണം ഒരുപാട് ഹാർഡ് വർക്കല്ല ഇന്ന് ലോകം തേടുന്നത്. എന്താണ് ഹാർഡ് വർക്ക്? കണ്ണൂരിൽ നിന്നും എറണാകുളത്തേക്ക് അല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്ക് ഒരു പേപ്പർ കൊണ്ടു കൊടുക്കാൻ വേണ്ടി ഒന്നുകിൽ നമ്മൾ നടന്നു പോകുന്നു, ഭയങ്കരമായി ഹാർഡ് വർക്ക് ചെയ്ത ആളാണെന്ന് പറയാം. അല്ലെങ്കിൽ കാറിൽ പോകുന്നു, ഹാർഡ് വർക്കാണെന്ന് പറയാം. ട്രെയിനിലാണെങ്കിലും ഹാർഡ് വർക്കാണെന്ന് പറയാം. കാരണം അത്രയും അവിടെ പോയി അധ്വാനിച്ച് സമയം കളഞ്ഞ് പൈസ കളഞ്ഞ് നമ്മുടെ എനർജിയൊക്കെ കളഞ്ഞിട്ട് തിരിച്ചു വരികയാണ് ഒരു ഫയൽ കൊണ്ടു കൊടുക്കാൻ. പക്ഷേ സ്മാർട്ട് വർക്കിൻ്റെ കാലം, നമ്മളൊന്ന് വാട്സപ്പിൽ സെൻഡ് ചെയ്ത് കൊടുക്കുന്നു, സ്കാൻ ചെയ്ത് അയച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ മെയിൽ ചെയ്ത് കൊടുക്കുന്നു. അവിടെ സെക്കൻഡുകൾക്കകം എത്തുന്നു. സമയലാഭം, ഊർജ്ജലാഭം, സാമ്പത്തിക ലാഭം, ഒരുപാട് ലാഭങ്ങളാണ് ഈ സ്മാർട്ട് വർക്കിലൂടെയുള്ളത്. അതാണ് നമ്മൾ AIയിലൂടെ സാധ്യമാക്കാൻ പോകുന്നത്. ഒരുപാട് സമയം കളഞ്ഞിട്ട് കാര്യങ്ങൾ ചെയ്യലല്ല, കുറഞ്ഞ സമയം കൊണ്ട് വലിയ റിസൾട്ടുകൾ കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. AI കൊണ്ട് മണിക്കൂറുകൾ ചെയ്യുന്നത് നമുക്ക് മിനിറ്റുകൾ മതി. ദിവസങ്ങളെടുത്ത് ചെയ്യുന്നത് മണിക്കൂറുകൾ കൊണ്ട് ചെയ്യാൻ പറ്റും. കൊല്ലങ്ങളെ കൊണ്ട് ചെയ്യുന്നത് ചിലപ്പോൾ മാസങ്ങളെ കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റും. ക്ലാസ് ജസ്റ്റ് കേട്ട് പോകുന്നതിനപ്പുറം കൃത്യമായി ഇതിൽ പറയുന്ന എല്ലാ ടാസ്കും കൃത്യമായി ചെയ്ത് നോക്കണം. മിനിമം ഒരു തവണ നോക്കണം, പറ്റുമെങ്കിൽ ഒരുപാട് തവണ വ്യത്യസ്തങ്ങളായ രീതിയിൽ ചെയ്ത് നോക്കണം. അത് സ്ക്രീൻഷോട്ട് ഗ്രൂപ്പിൽ അയക്കുകയും ചെയ്യണം. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്? നിർമ്മിത ബുദ്ധി എന്ന് നമ്മൾ പെട്ടെന്ന് പറയും. എന്താണ് ബുദ്ധി? ഒരു പ്രശ്നത്തെ പരിഹരിക്കാനുള്ള ഒരു കഴിവിനെയാണ് ബുദ്ധി എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ഒരു പേപ്പർ എത്തിക്കുക എന്നുള്ളതൊരു പ്രോബ്ലമാണ്. അതിനെ സോൾവ് ചെയ്യണം. അതിനെങ്ങനെ പരിഹരിക്കാം? അവിടെ നടന്നു പോയിട്ട് പരിഹരിക്കാം, ബുദ്ധി എന്ന് പറയാം. അല്ലേ? കാറിൽ പോവുക, ബുദ്ധി എന്ന് പറയാം. അവിടെ എത്തിക്കാനുള്ള ഏത് സംവിധാനം ഉപയോഗിച്ചാലും ബുദ്ധി എന്ന് പറയാം. പക്ഷേ നിർമ്മിത ബുദ്ധി എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ബുദ്ധി പോലെ ആർട്ടിഫിഷ്യലായിട്ട് മനുഷ്യനെപ്പോലെ ചിന്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും യന്ത്രങ്ങളെ ഉപയോഗിക്കുക, അതിനാണ് നിർമ്മിത ബുദ്ധി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ചെയ്യേണ്ട പണി അത് യന്ത്രം ചെയ്യുന്നു. അപ്പോൾ മനുഷ്യൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ യന്ത്രത്തിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു പഠനമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലേക്ക് ലോകത്തിനെ എത്തിച്ചത്.
എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്കറിയാം. നമ്മുടെ ഡാറ്റ വിശകലനം ചെയ്ത് പാറ്റേണുകൾ മനസ്സിലാക്കിയാണ് AI മറുപടി നൽകുന്നത്. ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ 1950 തന്നെ ഇതിനുള്ള ചിന്തകൾ തുടങ്ങിയിട്ടുണ്ട്. ആധുനിക കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞനായ അലൻ ട്യൂറിംഗ് ആണ് യന്ത്രങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ എന്നുള്ള പഠനത്തിന് തുടക്കം കുറിക്കുന്നത്. ഒരു യന്ത്രത്തിൻ്റെ മറുപടികൾ മനുഷ്യൻ്റേതുപോലെ, അഥവാ മനുഷ്യനാണോ യന്ത്രമാണോ എന്ന് മനസ്സിലാകുന്നില്ല. ആ രീതിയിൽ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ യന്ത്രത്തിന് ബുദ്ധിയുണ്ട് എന്ന് പറയാം. ഇതാണ് ട്യൂറിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ 1956 AI എന്ന പദം ജനിക്കുകയാണ്. ട്യൂറിംഗ് ടെസ്റ്റിൻ്റെ 6 വർഷങ്ങൾക്ക് ശേഷം ജോൺ മക്കാർത്തി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് അവരുടെ ടീമും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന പദം ഔദ്യോഗികമായി ഡാർക്ക് മൗത്ത് കോൺഫറൻസിൽ വെച്ചാണ് സ്വീകരിക്കുന്നത്. ലോകത്ത് അങ്ങനെ ആദ്യമായി പറയപ്പെടുന്നത്. അങ്ങനെ 3 വർഷങ്ങൾക്ക് ശേഷം ലോക ചെസ് ചാമ്പ്യനായ ഗാരി കാസ്പറോവിനെ IBM എന്ന് പറയുന്ന കമ്പനിയുടെ ഡീപ് ബ്ലൂ എന്ന് പറയുന്ന കമ്പ്യൂട്ടർ പരാജയപ്പെടുത്തുകയാണ്. ഒരു മനുഷ്യനെ ലോകത്താദ്യമായി ഒരു കമ്പ്യൂട്ടർ പരാജയപ്പെടുത്തുന്നു. ലോകം ഞെട്ടിയ ഒരു വലിയ സംഭവമായിരുന്നു, ഒരു ചരിത്ര വിജയമായിരുന്നു ഇത്. 1997 നമ്മൾ ഒരുപക്ഷെ 2022 ChatGPT എന്ന് കേൾക്കുമ്പോഴാണ് AI പറ്റി ചിന്തിക്കുന്നുണ്ടാവുക. ഓപ്പൺ AI ChatGPT എന്നുള്ള ഒരു ടൂള് പുറത്തിറക്കുകയും സാധാരണക്കാർക്കൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റുകയും ചെയ്യുന്നു. അതിനിടയിലൊക്കെ പല കാര്യങ്ങളിലും AI നടക്കുന്നുണ്ടായിരുന്നു. നമ്മൾ അത് AI ആണെന്ന് മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രം. AI ആണെന്ന് മനസ്സിലാക്കാതെ തന്നെ നമ്മളുടെ പല കാര്യങ്ങളും AI ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ ഒരു ഉദാഹരണമാണ് നമ്മൾ കാണുന്ന വീഡിയോസിനനുസരിച്ച് നമുക്ക് വീണ്ടും വീഡിയോസ് വരുന്നു. എന്താണിത് യഥാർത്ഥത്തിൽ നടക്കുന്നത്? AI-യുടെ ഒരു സംഭാവന തന്നെയാണ് ഈ അൽഗോരിതം എന്നൊക്കെ പറയുന്നത്. ഇൻസ്റ്റയിൽ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ സെർച്ച് ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലാക്കി വീണ്ടും വീണ്ടും നമ്മൾ സെർച്ച് ചെയ്യാതെ തന്നെ അത്തരം വീഡിയോസ് വരുന്നു, അത്തരം ഫ്രണ്ട്സിനെ റിക്വസ്റ്റ് ചെയ്യുന്നു. അതുപോലെ മിക്ക കാര്യങ്ങളിലും AI കടന്നുകൂടിയിട്ടുണ്ട്. പക്ഷേ AI എന്നുള്ള രീതിയിൽ അല്ലെന്ന് മാത്രം. ഏകദേശം ഒരു 2007 ആ കാലഘട്ടത്തിൽ തന്നെ ആപ്പിളിൻ്റെ ഫോണുകളിലൊക്കെ സിരി എന്നുള്ള ഒരു AI പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് മറുപടി നൽകുന്ന, നമ്മുടെ ഫോണുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിച്ചാൽ ഉത്തരം നൽകുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രോഗ്രാം ആയിരുന്നു. ഇന്നും ആപ്പിളിൻ്റെ പ്രൊഡക്റ്റുകളിലൊക്കെ ഈ സിരി നമുക്ക് കാണാം. നമ്മൾ ഉദാഹരണത്തിന് കോൾ ചെയ്യണം, ഇന്നയാളെ കോൾ ചെയ്യണമെന്ന് നമ്മൾ വോയിസ് ആയിട്ട് പറഞ്ഞാൽ മതി, ഉടനെ തന്നെ അതിലേക്ക് കോൾ പോകുന്നതാണ്. അതൊക്കെ എത്രയോ കാലമായിട്ട് തന്നെ ഇവിടെ ഉണ്ടെങ്കിലും നമ്മൾ AI എന്നുള്ള ഒരു പേരിലല്ല അറിയപ്പെടുന്നത്. സംഭവം അതിൻ്റെ പ്രവർത്തനം അങ്ങനെയാണെങ്കിലും നമ്മൾ ഈ പേര് ഈ അടുത്ത കാലത്താണ് കൂടുതൽ, 2022 മുതലാണ് കൂടുതലായിട്ട് കേൾക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ AI പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ട് വരുന്ന ചില പദങ്ങളെപ്പറ്റി നമുക്ക് നോക്കാം. ടൂൾസ് എന്ന് പറയുന്നത് AI നമ്മൾ ഡയറക്റ്റ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? നോട്ടിലാണോ പേനയിലാണോ? അല്ല, നമ്മൾ ഒന്നുകിൽ വെബ്സൈറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ആപ്പുകളായിരിക്കും. AI നമുക്ക് ഡയറക്റ്റ് ഉപയോഗിക്കാൻ പറ്റില്ല. അതിന് ഉപയോഗിക്കാൻ നമ്മൾ മീഡിയേറ്ററായിട്ട് ഉപയോഗിക്കുന്ന ആപ്പുകൾ അല്ലെങ്കിൽ വെബ്സൈറ്റുകൾക്കാണ് AI ടൂൾസ് എന്ന് പറയുന്നത്. ChatGPT എന്ന് കേട്ടിട്ടുണ്ടാവും, ജെമിനൈ എന്ന് കേട്ടിട്ടുണ്ടാവും, കോപ്പിലോട്ട് എന്ന് കേട്ടിട്ടുണ്ടാവും. ഇതൊക്കെ AI ടൂൾസാണ്. ഒരുപാട് ടൂൾസുകളുണ്ട്. അപ്പോൾ ടൂൾസ് എന്താണെന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. AI നമ്മൾ ആപ്പ് വഴിയാണോ അതുപോലെ വെബ്സൈറ്റ് വഴിയാണോ ഉപയോഗിക്കുന്നത്, അതിനാണ് ടൂൾസ് എന്ന് പറയുന്നത്. പിന്നെ പ്രധാനമായ മറ്റൊരു പദമാണ് പ്രോംപ്റ്റ്. നമ്മൾ AI-യോട് എങ്ങനെയാണ് ചോദിക്കുക? ഏത് രീതിയിലാണ് നമ്മൾ AI-യോട് ഇൻട്രാക്റ്റ് ചെയ്യുക? അതിൻ്റെ ആ ഭാഷയ്ക്ക് അല്ലെങ്കിൽ കീവേഡിനാണ് പ്രോംപ്റ്റ് എന്ന് പറയുന്നത്. ഒരു ഉത്തരം ലഭിക്കുന്നതിനായി AI-ക്ക് നൽകുന്ന ചോദ്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ നിർദ്ദേശങ്ങൾ, അതിനൊക്കെയാണ് പ്രോംപ്റ്റ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു പോസ്റ്റർ ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞാൽ അതൊരു പ്രോംപ്റ്റാണ്. എനിക്കൊരു കഥ വേണം, ഒരു പ്രോംപ്റ്റാണ്. അഥവാ AI-യോട് നമ്മൾ നിർദ്ദേശിക്കുകയാണ്.
മറ്റൊരു പ്രധാന പദമാണ് ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ AI ഫ്രീ ആയിട്ട് ഒരുപാട് ഉപയോഗിക്കാൻ മിക്ക ടൂൾസുകളിലും സാധിക്കില്ല. അഥവാ അവർക്ക് നമ്മൾ പൈസ കൊടുക്കണം. പക്ഷെ എങ്ങനെയാണ് പൈസ കൊടുക്കുന്നത്? ഡയറക്റ്റ് ആവശ്യം വരുമ്പോൾ പൈസ അയച്ചു കൊടുക്കലാണോ? അല്ല. അതിൽ പൈസ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം പൈസ കൊടുത്തിട്ട് ക്രെഡിറ്റ്സുകൾ വാങ്ങും. എന്നിട്ട് ആ ക്രെഡിറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ AI ടൂൾ യൂസ് ചെയ്യുക. മനസ്സിലായിട്ടുണ്ടാവില്ല. നമ്മുടെ ഇന്ത്യൻ രൂപ അമേരിക്കയിൽ പോയിട്ട് അവിടെ നിന്ന് നമ്മൾ ഒരു ജ്യൂസ് കുടിച്ചാൽ അവിടെ ഇന്ത്യൻ റൂപ്പീസ് അക്സെപ്റ്റ് ചെയ്യുമോ? ഇല്ല. ഇന്ത്യൻ രൂപ നമ്മൾ $ഡോളറിലേക്ക് എക്സ്ചേഞ്ച് ചെയ്തിട്ട് അവിടുന്ന് $ഡോളർ കൊടുത്തിട്ടാണ് നമ്മൾ അവിടുന്ന് വെള്ളം കുടിക്കുക, അല്ലേ? എന്നതുപോലെ നമ്മൾക്ക് ഡയറക്റ്റ് ക്യാഷ് കൊണ്ട് AI ടൂൾസ് ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മൾ ആദ്യം ക്രെഡിറ്റ്സ് പൈസ കൊടുത്ത് വാങ്ങും. ആ ക്രെഡിറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ AI ഉപയോഗിക്കുന്നത്. അപ്പോൾ മിക്ക ടൂൾസും പെയ്ഡ് തന്നെയാണ്. ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒരു ലിമിറ്റ് വെച്ചിട്ടേ കൊടുക്കൂ. ChatGPTയും ജെമിനിയും ഒക്കെ ഒരു ലിമിറ്റ് വെച്ചിട്ടേ കൊടുക്കുന്നുള്ളൂ. ഓക്കെ. പിന്നെ ഗൂഗിൾ അതുപോലെ തന്നെ AIയും തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാം. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഗൂഗിൾ എത്രയോ കാലമായിട്ട് അന്വേഷിക്കുന്നതും സെർച്ച് ചെയ്യുന്നതും ഡൗൺലോഡ് ചെയ്യുന്നതൊക്കെയാണ്. എന്താണ് വ്യത്യാസം? എന്താണ് ആയിട്ട് ഗൂഗിളിനോടൊരു കാര്യം ചോദിച്ചാൽ ലോകത്ത് ആരെങ്കിലും ഉണ്ടാക്കി വെച്ചതുണ്ടെങ്കിൽ മാത്രം അത് തരും, അല്ലേ? നമ്മളിപ്പോൾ ഒരു കാക്കയുടെ ഒരു കഥ വേണമെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ കഥ കിട്ടുമായിരിക്കും. പക്ഷേ ആരെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമല്ലേ? സെർച്ച് എഞ്ചിനല്ലേ? പക്ഷേ ആരും ഉണ്ടാക്കിയില്ല. നമുക്ക് മാത്രമായിട്ട് ഒരു കഥ ഉണ്ടാക്കണം. നമ്മളുടേതായ ആശയങ്ങളാണ് പറയുന്നത്. അതാണെങ്കിൽ AI ഉപയോഗിച്ചേ പറ്റൂ. നമുക്ക് സ്വന്തമായി AI കഥ ഉണ്ടാക്കിത്തരും. നമ്മൾ ഏത് രൂപത്തിലാണെന്ന് പറഞ്ഞാൽ മതി. കവിത ഉണ്ടാക്കിത്തരും, പാട്ടുണ്ടാക്കിത്തരും, എല്ലാം ഉണ്ടാക്കിത്തരും. അപ്പോൾ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് അതാണ്. നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കി തരികയാണ്. ഓൾറെഡി അവിടെ മുന്നേ ഉണ്ടാക്കി ഇരിക്കണം എന്നുള്ളത് അല്ല. പിന്നെ നമുക്ക് ഗൂഗിൾ ഉപയോഗിക്കുന്നതാണെങ്കിൽ എല്ലാവർക്കും ഒരേ റിസൾട്ടാണ് കിട്ടുക. പക്ഷേ AI ആകുമ്പോൾ അങ്ങനെയല്ല. ഒരേ പ്രോംപ്റ്റ് തന്നെ വ്യത്യസ്ത സമയത്ത് ഉപയോഗിച്ചാൽ നമുക്ക് വ്യത്യസ്ത റിസൾട്ടാണ് കിട്ടുന്നത്. വ്യത്യസ്ത ഫോണുകളിൽ പിന്നെ പറയേണ്ടതില്ലല്ലോ. ഓക്കെ. അപ്പോൾ ഒരുപാട് സമയം, അതുപോലെ നമ്മൾ ഒരുപാട് വെബ്സൈറ്റുകൾ കയറും. നമ്മളിപ്പോൾ ഏതെങ്കിലും അന്വേഷിച്ചാൽ പിന്നെ ഒരുപാട് വെബ്സൈറ്റിൽ കയറേണ്ടി വരും, അല്ലേ? ഉദാഹരണത്തിന് ഒരു ഫോൺ വാങ്ങുകയാണ്. ഒരു ഫോണിൻ്റെ റേറ്റ് ഫ്ലിപ്കാർട്ടിൽ എത്രയാണെന്ന് നമ്മൾ നോക്കും. ചിലപ്പോൾ നേരെ അതേ ഫോൺ തന്നെ ആമസോണിൽ നോക്കും. ഇനി വേറെ ഏതെങ്കിലും സൈറ്റ് ഉണ്ടെങ്കിൽ അതിൽ നോക്കും. ഇതൊക്കെ നമ്മൾ ഓരോന്നിലും നോക്കി കണ്ടുപിടിക്കണം. പക്ഷെ നമ്മൾ AIയോട് പറഞ്ഞാൽ എല്ലാം ഒരുമിച്ച് നോക്കിത്തരും. ഈ പറഞ്ഞതൊക്കെ ഫ്ലിപ്കാർട്ടിലെയും ആമസോണിലെയും അതുപോലെ തന്നെ മൈജിയിലൊക്കെ റേറ്റ് അറിയണമെന്ന് പറഞ്ഞാൽ എല്ലാം ഒറ്റ നോട്ടത്തിൽ നമുക്ക് കിട്ടുന്ന രീതിയിൽ സെറ്റാക്കി തരുന്നതാണ്. അതാണ് മറ്റൊരു പ്രധാന മാറ്റം. പിന്നെ മറ്റൊന്ന്, ഇപ്പോൾ നിലവിൽ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് മെയ് 8 നിലവിൽ ജിയോയുടെ ഓഫറുണ്ട്. കുറച്ച് കാലങ്ങളായിട്ടുണ്ട്, ഒരു 3 മാസത്തോളമായിട്ടുണ്ട്. നമ്മൾ സാധാരണ നെറ്റിനും അതുപോലെ കോളിനും വേണ്ടി അൺലിമിറ്റഡ് ആയിട്ട് ഒരു മാസത്തേക്കുള്ള റീചാർജ് 349 രൂപയുടെ ചെയ്യുന്നു. അല്ലെങ്കിൽ അതിന് മുകളിലുള്ള റീചാർജ് ചെയ്യുകയാണെങ്കിൽ മെയ് ജിയോ എന്ന് പറയുന്ന ആപ്പ് വഴി ജെമിനൈ എന്നാണ് യഥാർത്ഥ പ്രൊണൗൺസിയേഷൻ. ജെമിനി എന്നാണ് സാധാരണ എല്ലാവരും പറയാറുള്ളത്. ജെമിനൈ പ്രോ നമുക്ക് അൺലിമിറ്റഡായി 1.5 വർഷത്തേക്ക് കിട്ടുകയാണ്. 1.5 വർഷം. അഥവാ നമ്മൾ ജെമിനൈ, ChatGPT ഒക്കെയാണ് പ്രധാനമായിട്ടും എല്ലാവരും ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ചിട്ട് ഒരു ദിവസം ഒരു 5-10 ഒക്കെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ചിലപ്പോൾ പറയും നിങ്ങളുടെ ലിമിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ ഈ സമയത്ത് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. പക്ഷേ അഥവാ ക്രെഡിറ്റ് കഴിഞ്ഞിട്ടുണ്ട് എന്ന്. അപ്പോൾ ഈ ക്രെഡിറ്റ്സ് ലിമിറ്റഡ് ആണ്. ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കാം, അൺലിമിറ്റഡ് ആയിട്ട് ഇമേജ് ക്രിയേറ്റ് ചെയ്യാം, വീഡിയോ ലിമിറ്റ് ഉണ്ട് 1000 ക്രെഡിറ്റ്. ആ രീതിയിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. 1.5 വർഷത്തേക്ക്. അഥവാ അതിൻ്റെ യഥാർത്ഥ വാല്യൂ 35,000 രൂപയോളാണ്. നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങുകയാണെങ്കിൽ 35,000 രൂപ കൊടുക്കേണ്ടത്. ഇത് വെറുതെ ഇത് 2 രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ഒന്നുകിൽ നിങ്ങൾക്ക് ജിയോ സിം ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാം. നിങ്ങളുടെ ഇമെയിൽ ID വെച്ചിട്ട് സിമ്പിളാണ്. ആപ്പിൽ കയറിയാൽ ജിയോൻ്റെ കാണും, ജെമിനൈ പ്രോ എന്ന് കാണും. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, നിങ്ങളുടെ ഇമെയിൽ ID കൊടുക്കുന്നു, ഉടനെ സെറ്റ് ആവുന്നു. ആ ഇമെയിൽ ID വെച്ചിട്ട് നമ്മൾ ജെമിനൈയിൽ ഓപ്പൺ ചെയ്താൽ മതി. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് സിമ്മില്ല, നിങ്ങളുടെ വൈഫിനോ
അല്ലെങ്കിൽ അടുത്ത കുടുംബക്കാർക്കോ സുഹൃത്തുക്കൾക്കോ ഈ സിം ഉണ്ട്, അവരിതങ്ങനെ ഉപയോഗിക്കാറില്ല. അങ്ങനെയാണെങ്കിൽ അവരുടെ ഇമെയിൽ വെച്ചിട്ട് നമുക്ക് കയറാവുന്നതാണ്. ഓക്കെ, അല്ലെങ്കിൽ അവിടെ ക്ലെയിം ചെയ്യുമ്പോൾ നമ്മുടെ ഇമെയിൽ കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതൊരു ഫോണിലൊന്നുമല്ല, എത്ര ഫോണാണെങ്കിലും എത്ര ലാപ്പാണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ആ ഇമെയിൽ ID വെച്ചിട്ടാണ് നമ്മൾ തുറക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ടും ജിയോ ഉള്ളവർ, അല്ലെങ്കിൽ ജിയോ വെറുതെ ഇങ്ങനെ കളയുന്നുണ്ടാവും, ഇതൊന്നും ആരും ഉപയോഗിക്കാറില്ല, എത്രയോ മാസമായിട്ടുള്ള ഓഫറാണ്, പലർക്കും അറിയാൻ പോലും ഇല്ല. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് എന്താക്കുക, ക്ലിയർ ആക്കിയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്നിട്ട് നിങ്ങൾ പിന്നെ ഉപയോഗപ്പെടുത്തേണ്ടതാണ്. ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ChatGPT, ജെമിനൈ, നോട്ട്ബുക്ക് LM എന്നിവ ഇന്ന് ഇൻസ്റ്റാൾ ചെയ്യണം നിങ്ങൾ. പിന്നെ ശേഷം ലോഗിൻ ചെയ്യണം. സ്ക്രീൻഷോട്ട് ഗ്രൂപ്പിൽ അയക്കുകയും ചെയ്യണം. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളത്. സാധാരണ ആപ്പ് സ്റ്റോറാണോ പ്ലേ സ്റ്റോറാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത്, നിങ്ങളുടെ ഇൻബിൽഡായിട്ടുള്ള സ്റ്റോർ സെൻറ്ററുകളിലേക്ക് പോവുക. ഞാനിപ്പോൾ നിങ്ങൾക്ക് തൽക്കാലം മിക്ക പേർക്കും പ്ലേ സ്റ്റോർ ആയിരിക്കും, അതുകൊണ്ട് പ്ലേ സ്റ്റോറിലേക്ക് പോവുകയാണ്. ആൻഡ്രോയിഡ് യൂസേഴ്സ് ഇതാണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ നമ്മൾ സെർച്ച് ചെയ്യാം. ആപ്പിൻ്റെ പേര് ആദ്യം ChatGPT ഇവിടെ വന്നിട്ടുണ്ട്. ChatGPT എന്ന് കാണുന്ന ഈ 100 കോടിയിലധികം ജനങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഈ ആപ്പാണ്. ഇത് ഇൻസ്റ്റാൾ കൊടുക്കുക. ഓക്കെ, രണ്ടാമതായിട്ട് അതിനു മുമ്പ് ഞാൻ അത് എങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ നോക്കാം. ChatGPT ഇതുപോലെ നിങ്ങൾക്ക് ഡൗൺലോഡായി കിട്ടും. അപ്പോൾ നിങ്ങൾ ഈ രീതിയിലാണ് കാണുക. ആസ്ക് എനിത്തിങ്, നിങ്ങളോട് എന്ത് വേണമെങ്കിലും ചോദിച്ചോ എന്നൊക്കെയുള്ള രീതിയിലാണ് വരുന്നത്. ആദ്യം നിങ്ങൾ ലോഗിൻ ചെയ്യാണ് വേണ്ടത്. ഇവിടെ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അത് ChatGPT എന്ന് സെർച്ച് ചെയ്ത് നിങ്ങളിപ്പോൾ ഇവിടെ ലോഗിൻ ബട്ടൺ ഉണ്ട്. ഫുൾ സ്ക്രീൻ ആക്കാം. ഈ ലോഗിൻ ബട്ടണിൽ പോയാൽ നമുക്ക് ഇമെയിൽ ID ചോദിക്കും. അപ്പോൾ ഗൂഗിൾ ഇമെയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഓപ്പൺ ആക്കാവുന്നതാണ്. ഇത്രയേ വേണ്ടൂ. നിങ്ങൾ ഓപ്പൺ ആയി കഴിഞ്ഞു, ChatGPT ഓപ്പൺ ആയി കഴിഞ്ഞു. ഇതുപോലെ തന്നെ രണ്ടാമത് ഡൗൺലോഡ് ചെയ്യേണ്ടതാണ് ജെമിനൈ. ജെമിനൈ എന്ന് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ, പ്ലേ സ്റ്റോറിൽ ഇത് ഇവിടെ ഉണ്ട്. ഇതും 100 കോടിയിലധികം ജനങ്ങൾ ലോകവ്യാപകമായി ഉപയോഗിക്കുന്ന ആപ്പാണ്. അതും ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ കിട്ടും. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഞാൻ ലോഗിൻ ചെയ്തിട്ടുണ്ട്. തൽക്കാലം സൈൻ ഔട്ട് ചെയ്യുകയാണ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ രീതിയിലാണ് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്നുള്ള രീതിയിലാണ് വരിക. അപ്പോൾ നിങ്ങൾ ചൂസ് ആൻ അക്കൗണ്ട് കൊടുത്താൽ നിങ്ങൾക്ക് ഏതാണ് ഇമെയിൽ ID ഉള്ളത് അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സാധാരണ നമ്മൾ വെബ്സൈറ്റുകളൊക്കെ ഓപ്പൺ ചെയ്യാറുള്ളത് പോലെ നിങ്ങളുടെ കോഡ് കൊടുത്താൽ, ഇമെയിൽ ID പാസ്വേഡും കൊടുത്താൽ നിങ്ങൾക്ക് ജെമിനൈയും ഓപ്പൺ ആവുന്നതാണ്. ഇന്നത്തെ ടാസ്ക് സിമ്പിളാണ്, ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ടാൽ മതി. ഓക്കെ, അതിന് ശേഷം അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് നോട്ട്ബുക്ക് LM എന്ന് പറയുന്ന ആപ്പാണ്. ടൂളാണ്. അതും ഇൻസ്റ്റാൾ ചെയ്തു. 100 കോടിയിലധികം ജനങ്ങൾ ഡൗൺലോഡ് ചെയ്തതാണ്. അപ്പോൾ അത്രയും വിശ്വാസ്യത ഉള്ളത് മാത്രമാണ് നമ്മൾ പറയുന്നത്.
ഇതും ഇൻസ്റ്റാൾ കൊടുക്കുക. ഇൻസ്റ്റാൾ കൊടുത്താൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് പറയണ്ടല്ലോ സ്വാഭാവികമായിട്ടും ഇമെയിൽ ID കൊടുക്കുക, നേരത്തെ കൊടുത്തതുപോലെ. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് ഗ്രൂപ്പിൽ അയക്കുകയാണ് വേണ്ടത്. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് കഴിയുകയാണ്. എന്ത് സംശയം ഉണ്ടെങ്കിലും ഗ്രൂപ്പിൽ തന്നെ ചോദിക്കാവുന്നതാണ്. പേഴ്സണലായിട്ട് ചോദിക്കുന്നതിന് പകരം ഗ്രൂപ്പിൽ തന്നെ ചോദിക്കാൻ പറ്റുന്നത് അതാണ് കുറച്ചും കൂടി നല്ലത്. കാരണം എല്ലാവർക്കും അതിൻ്റെ ഡൗട്ട് ക്ലിയർ ആക്കാൻ പറ്റുമല്ലോ. എല്ലാവർക്കും പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഗുഡ് ബൈ.